ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം തൊഴിൽ പോയി, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വന്നു. ഒരുപാട് ആൾക്കാർ കടബാധ്യതയിലേക്ക് പോയി. ഏതാണ് 2025. അതിൽ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷു പ്രകാരം എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചില കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. 2025 വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ വന്നിരുന്ന സ്റ്റാർ 5 ആയിരുന്നു. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ വടക്ക് കിഴക്കായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനോ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ നേരിടേണ്ടിയോ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലില്ല, പക്ഷേ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബെഡ്റൂം ഇവിടെ വന്നാലും ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് സംഭവിക്കാതിരിക്കാൻ ഈ വർഷം വരുന്ന ഈ 5 ഇപ്പോൾ ഇവിടുന്ന് മാറുന്നു. മാറി ഈ വരുന്ന ഫെബ്രുവരി ടൈമിൽ അവിടെ നിന്ന് മാറി എവിടത്തേക്ക് വരുന്നുണ്ട്? സൗത്തിലേക്ക് വരുന്നുണ്ട്. ഇത് വർഷാവർഷം മൂവ് ചെയ്യും. പലർക്കും ഇതൊരു കൗതുകമായിട്ട് തോന്നാം, പക്ഷേ ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ ദിക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റ് അതിൻ്റെ ഫീലിംഗ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 2026 സൗത്തിലേക്ക് വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഈ 5 നോർത്ത് ഈസ്റ്റിൽ നിന്ന് 5 ഈ വർഷം ചേഞ്ച് ആകുമ്പോൾ ഇവിടെ നിന്നും അത് മൂവ് ചെയ്ത് സൗത്തിലേക്ക് എത്തുന്നു. അപ്പം ഈ പ്രശ്നങ്ങൾ ഈ വർഷം ആരെ ബാധിക്കും? സൗത്ത് പ്രധാന വാതിലുള്ളവരും സൗത്തിൽ ബെഡ്റൂം ഉള്ളവരെയും ഈ വർഷം സാരമായ രീതിയിൽ ബാധിക്കും. ഇത് പ്രധാന വാതിലും ബെഡ്റൂം ഉള്ളവരെ മാത്രമല്ല ബാധിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിൻ്റെ സൗത്തിലാണ്, നിങ്ങളുടെ ഓഫീസിൻ്റെ പ്രധാന ഡോർ നിൽക്കുന്നത് നിങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ സൗത്തിലാണോ നിങ്ങളെ ബാധിക്കും. നിങ്ങളുടെ ഷോപ്പ് ഈ പറയപ്പെടുന്ന സൗത്തിലാണോ നിങ്ങളെ ബാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ഉറപ്പായും ബാധിക്കും. ഇത് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് അവിടെ വന്നുപോയി, ഇപ്പോൾ ഈ 5 വന്നെന്നും പറഞ്ഞ് വാതിൽ മാറ്റി വയ്ക്കാൻ പറ്റുമോ? എല്ലാ വർഷവും വാതിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ബാധിക്കാതിരിക്കാൻ, സ്റ്റാർ എന്തായാലും വരാതിരിക്കത്തില്ല, പക്ഷെ അത് ബാധിക്കാതിരിക്കാനായിട്ട് ഒരു 5 എലമെന്റ് പഗോഡ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷനിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ 6 റോഡ് വിൻചെയിം വയ്ക്കാം, പെൻഡുലം ക്ലോക്ക് വയ്ക്കാം, ബ്രാസ് ഐറ്റംസ് വയ്ക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഡയറക്ഷൻ സൗത്തിൽ സൂക്ഷിക്കുന്നത് ഈ ദോഷത്തിന് പരിഹാരമാണ്. അതുപോലെ ഒരു കാരണവശാലും ഈ വർഷം പ്ലാന്റുകൾ ആ സൗത്തിൽ പാടില്ല. പ്ലാന്റ് സൗത്തിൽ കൊണ്ട് വെച്ചാലും അത് ദോഷമായി ബാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്ന ടൂള് ഇതാണ് 5 എലമെന്റ് പഗോഡ. അതുപോലെ 6 റോഡ് വിൻചെയിംസ് എന്ന് പറഞ്ഞത് ഇതാണ്. വിൻചെയിംസ് ഒക്കെ എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ചോദിക്കുന്നവരുണ്ട്. ഇതാണ് 6 റോഡ് വിൻചെയിം. അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നത് ഈ ദോഷത്തിന് പരിഹാരമാകും. ഇനി വീട്ടിലേക്ക് കടന്നു വരുന്ന, അതേപോലെ തന്നെ നമുക്ക് സൗത്തിൽ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത്, ആ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റാർ ഒന്ന് കാമാവും. ഏതാണ്? നമുക്കിത് വെക്കാം. എന്താണ്? ട്രാവലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ലാഫിൻ ബുദ്ധ സ്റ്റാച്ചു നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ വെക്കുന്നതും ഈ ദോഷത്തിന് പരിഹാരമായി ചൈനീസ് വാസ്തുവിലെ ഫെങ്ഷുയി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.